വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വിളിക്കാന്നല്ലാതെ രവിയേട്ടാ രവിയേട്ട്, ഞാൻ ഒരു രവിയേട്ടനല്ലേ വിളിച്ചത്. രവിയേട്ടാ രവിയേട്ട്, ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? രവിയേട്ടാ ഉണ്ടാറടങ്ങ. ഈ വീട്ടിലാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം തന്നെയാണ്. മനുഷ്യൻ രാവിലെ തന്നെ വന്ന് തൊണ്ട പൊട്ടി ഇങ്ങനെ വിളിക്കുക, രവിയേട്ടോ. ആഹാ, രവിയേട്ടനെ വിളിച്ചപ്പോ മോളെ വരുന്ന മാട്ടി ഇങ്ങോട്ട് വാ വാ, വേമ്പ. അയ്യോ, ആടി കുഴഞ്ഞൊന്നും വരല മോളെ, വേമ്പ. ആഹാ, മാമൻ അച്ഛനെ അന്വേഷിച്ച് ഇങ്ങനെ വന്നല്ലേ. ഇന്ന് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയില്ല. ആ, മോൾ എന്താക്കിയിരുന്നു അകത്ത്? ഞാന് പുറപ്പെടുകയായിരുന്നു. അമ്മയില്ല ഇവിടെ? അമ്മ കുളിക്കുക, വിളിക്കണോ? കുളിക്കുന്നിടത്ത് വിളിക്കണ്ട, ഇപ്പം വിളിച്ചാ ബുദ്ധിമുട്ടാവും, വേണ്ട. അതുകൊണ്ട് മോൾ എന്തിനു പുറപ്പെടുകയാണ് സ്കൂളിലേക്ക്? ഞാനേ നാളെ നമുക്ക് പോണ്ടത്. ആ, പറഞ്ഞ പോലെ ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയി. നാളെയാണ് മോളെ എന്റെ ഓട്ടോറിക്ഷ തന്നെ പോയാ മതി. കഴിഞ്ഞ കൊല്ലം നമ്മൾ നഴ്സറി കലോത്സവത്തിന് മാമന്റെ ഓട്ടോറിക്ഷയിലല്ലേ പോയത്? എന്നിട്ട് കേട്ടത്തിന്റെ മേലെ നിന്നുപോയി. അത് എന്റെ ഒരു ഓട്ടോറിക്ഷ എന്ന് വെച്ചാൽ കുറെ കാലമായില്ലേ മോളെ. അപ്പൊ നിന്നു. ഇപ്രാവശ്യം അങ്ങനെ നിന്നു പോകുന്നില്ല കേട്ടോ. മോൾ ഇപ്രാവശ്യം എന്തൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുന്നത്? അച്ഛൻ്റെ എവിടെ പോയി? ഉടുപ്പിട്ടില്ല ഇതുവരെ. ഇതുവരെ ഒരു സ്ഥലവും കിട്ടിയില്ല. ആ, ചെലപ്പോ അച്ഛൻ എന്താ? ഓ, അത് ശരി. അക്കാര്യമൊക്കെ നന്നായിട്ട് അറിയാല്ലേ. എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മോളെ എന്തൊക്കെ ഐറ്റത്തിന് ഇപ്രാവശ്യം പങ്കെടുക്കുന്നത്? ഇപ്രാവശ്യം അടിപൊളിയാട്ടോ. അടിപൊളിയാ? ചെലപ്പോ ഞാൻ തന്നെയാവും മറ്റേത്. എന്ത്? കലാതിലകം. കഴിഞ്ഞ പ്രാവശ്യം മോള് തന്നെയായിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ഐറ്റത്തിനാ പോയത്. ഒറ്റ ഐറ്റത്തിന് പോയി അതാ സൗദാമിനി ടീച്ചറെ പണിയാ. ആ, അത് സാരമില്ല. ഇപ്രാവശ്യം മോൾ എല്ലാ ഐറ്റത്തിനും ഫസ്റ്റ് തന്നെയാവും. ഞാൻ തന്നെ അടിച്ചെടുത്തു. ഏതൊക്കെ ഐറ്റത്തിനുണ്ട് ഇപ്രാവശ്യം? 5 ഐറ്റം. ഏതൊക്കെ ഐറ്റങ്ങളാ? ആദ്യം പത്തിഗാനം. എന്നെ? പത്തിഗാനുണ്ട്. കത്തിഗാനോ? പത്തിഗാനം. ഭക്തിഗാനത്തിനുണ്ട്. ഭക്തിഗാനം. പിന്നെ പിന്നെ മിമിക്രി ഉണ്ട്. ആ, ഓക്കെ. പിന്നെ ആക്ഷൻ സോങ്, ആംഗ്യപ്പാട്ട്. അടിപൊളി അടിപൊളി. ആംഗ്യപ്പാട്ടുണ്ട്. പിന്നെ കഥ പറച്ചിലും ഉണ്ട്. പിന്നെ സിംഗിൾ ഡാൻസ്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം മോള് തന്നെ കലാതിലകം, യാതൊരു സംശയം. അപ്പൊ മോളെ എന്തിനെ ഓരും പറഞ്ഞു ഞാൻ തന്നെയാവുന്നു. എന്ത് കലാതിലകോ? അമ്മായി 100 റുപ്യ തന്നല്ലേ? അപ്പൊ എന്തായാലും സന്തോഷമായല്ലോ. മോൾ ആദ്യമായിട്ട് ഈ ചെയ്ത് പഠിച്ച ഐറ്റങ്ങളൊക്കെ മാമനൊന്ന് ചെയ്ത് കാണിച്ചു തന്നെ വേഗം. മാമനോ? ആ, നോക്കട്ടെ, എല്ലാം പഠിച്ചോ നോക്കട്ടെ. അത് സാരമില്ല, ഉടുപ്പൊന്നും ഉപ്പിട്ട് കളിക്കണ്ട. മാമ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ മോൾ അങ്ങോട്ട് ചെയ്. ആദ്യം ഭക്തിഗാനം. ഭക്തിഗാനം. ഞാനും കൂപ്പണോ? കാണുന്ന ആളും കൈകൂപ്പണോ? ആ, ഓക്കെ. തൃപ്തി തരൂ ദർശനമേ മക്കയിൽ വാഴുന്ന ശ്രീ പരമേശ്വര യേശുദേവാ. തൃപ്തി തരൂ ദർശനമേ മക്കയിൽ വാഴുന്ന ശ്രീ ശബരീശ്വര യേശുദേവാ. ഇതെന്ത് ഭക്തിഗാനത്? അതെല്ലാരും ഉണ്ടാവണ്ടേ? ഓ, അത് ശരി, മതസൗഹാർദ്ദം. അപ്പൊ മോക്ക് തന്നെ ഈ ഐറ്റത്തിന് ബസ്, യാതൊരു സംശയം.